എന്താടോ കാണാൻ ധൃതിയായോ? ഇങ്ങോട്ടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എത്ര നാളായെന്ന് അറിയോ? മാക്സിമം ഒരു 2 months അത്രയല്ലേ ആയിട്ടുള്ളൂ. ഇനി എത്ര സമയം എടുക്കുന്നു പറ. ഡോ ഞാൻ ഹൈവേയിലേക്ക് കയറി മാക്സിമം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് അത്രേ ഉള്ളൂ. എടാ ഐ എം ഗെറ്റിംഗ് എ കോൾ, ഐ വിൽ കോൾ യു ബാക്ക്. ഓക്കെ. ഓക്കെ. ഹലോ അജിയുടെ രാസനന്ദി പൊട്ടി ബാഗിൽ വെച്ചൊന്ന് ഒന്ന് നോക്കൂ. ഞാൻ മറന്നെന്ന് തോന്നുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ വെള്ളം പറ്റിയില്ലെങ്കിലോ വല്ല നീർദോഷം വന്ന് എന്ത് ചെയ്യും? ഒന്ന് നോക്ക് അജിയേട്ടാ. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാൻ, നീ ഒന്ന് വെച്ചേ. ആണോ? അയ്യോ സോറി. ഡ്രൈവ് ചെയ്യുമ്പോൾ സംസാരിക്കൊന്നും വേണ്ട. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. അവിടെ എത്തുമ്പോൾ വിളിക്കണം കേട്ടോ. രാസനന്ദി പൊടി അവിടെ എത്തിയിട്ട് മേടിച്ചാലും. ഹലോ. ഹേയ് ഐ എം സോറി. ആരായിരുന്നു? വൈഫായിരുന്നു. തോർത്ത് വെച്ചോ കർപ്പൂരം വെച്ചോ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. ആളിങ്ങനെ കെയറിംഗ് ആണല്ലേ? കെയറിംഗ് ആണ്, പക്ഷെ ഈ ഓവർ കെയറിംഗ് അതൊരു ടോർച്ചറിംഗ് ആണ്. ഹേയ് ലെറ്റ്സ് ലീവ് ദാറ്റ്. ഹേയ് ഞാൻ ഇന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗിഫ്റ്റ് ചെയ്ത ആ ബേബി ഡോൾ റെഡ് ഡ്രസ് അതിട്ട് വേണം എന്നെ റിസീവ് ചെയ്യാൻ. ഏത് ആ ഇത്തിരി പോകുന്നതോ? അതിനെന്താ? അല്ല, തുണിയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണല്ലോ. ഇത് എന്തോ പറ്റി? എന്താ പറ്റിയേ? ഹലോ കേൾക്കുന്നുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? ഹലോ ഹലോ എന്താ പറ്റി? ഹലോ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എനിക്ക് ചാവാൻ വേണ്ടി എന്റെ പാട് മാത്രം കിട്ടണം. ചാവണമെങ്കിൽ വല്ല പുഴയിൽ ചാടാം. വന്ന സ്പീഡ് അടിച്ചിട്ട് നീ അപ്പുറത്ത് പോയി കിടന്നാനെ. ഹലോ എന്നാ ഒന്നും മിണ്ടാത്തെ? ചുമ്മാ വെറുതെ ടെൻഷൻ എടുപ്പിക്കരുത് കേട്ടോ. എന്താ ഒന്നും മിണ്ടാത്തെ? ഓരോരുത്തന്മാർ ചാവാൻ വേണ്ടി ഇറങ്ങിക്കോളും. ഹലോ ഹലോ കേൾക്കുന്നില്ലേ? എന്താ അവിടെ പ്രശ്നം? എന്താ ഒന്നും മിണ്ടാത്തെ? എന്താ അവിടെ ഒരു ഒച്ചയൊക്കെ കേട്ടെ? ഒരുത്തൻ ചാവാൻ വേണ്ടി വണ്ടിക്ക് പടം ചാടിയതാ. അയ്യോ അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കറിയാൻ പാടില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇത് മറ്റേ ലവ് ഫെയിലിയർ കേസാണ്. ചാവാൻ വേണ്ടി തന്നെ ചാടിയതാണ്. ഞാനെടുത്ത് വിടുവോ? അയ്യോ നിക്ക്. എന്താ? അല്ല റോഡിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെയും കാര്യമില്ല. അല്ല അയാളിനെ വേറെ വല്ല വണ്ടിയുടെ വട്ടം ചാടിയാ നമുക്ക് പ്രശ്നമാവില്ലേ? നമുക്കെന്താ പ്രശ്നം? അയ്യോ അങ്ങനെ പറയല്ലേ. അയാളെ വല്ല ആളെല്ലാം സ്ഥലത്തും ഡ്രോപ്പ് ചെയ്യും. ഇല്ലേ നാളെ നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ടി വരില്ലേ? നമ്മുടെ വണ്ടി അയാളെ മുട്ടിയതല്ലേ, ഒന്നും പറ്റിയില്ലെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്? വെറുതെ എന്തിനാ പ്രോബ്ലം? പ്ലീസ് ചെല്ലുന്നേ. അയാളെ ഡ്രോപ്പ് ചെയ്തിട്ട് വിളിച്ചാ മതി. കട്ട് ചെയ്തോളൂ. ഓക്കെ. ഹേയ് ചേട്ടാ, ഐ എം സോറി. ദേഷ്യപ്പെട്ടതിൽ സോറി. വല്ലതും പറ്റിയായിരുന്നോ? ചേട്ടാ ഇനി ഇവിടുന്ന് വണ്ടിയൊന്നുമില്ല. ചേട്ടനെ അടുത്ത ജംഗ്ഷനിലാക്കാം. എടോ തനിക്ക് ചാവാനാണല്ലോ കൂടുതൽ വണ്ടി എടുത്തുണ്ടാക്കി തരാം. താൻ ഇവിടെ കിടന്ന് ചത്താൻ ഞാൻ തൂങ്ങും. അതുകൊണ്ടാണ്. പ്ലീസ്. ഇവനെ Please come. Please. Please. Please get inside. Thank you. ഈ സമയത്ത് ഇതൊരു ക്ലീഷേ ഡയലോഗാണെന്നറിയാം, പക്ഷേ മരണമൊന്നുമില്ലൊരു പരിഹാരമല്ലോ. ഈ ജീവിക്കാൻ പേടിയുള്ള ആൾക്കാരാണ് മരിക്കാൻ തീരുമാനിക്കുന്നത്. താനത് എന്തിനാ ചെയ്തെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്. തന്നെന്തോ വല്ലതും അലട്ടുന്നുണ്ട്. താൻ എന്നോട് പറയുകയാണെങ്കിൽ മേ ബി ഐ ക്യാൻ ഹെൽപ്പ്. ഞാനൊരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. ഡെയിലി ഞാൻ ഇതുപോലെ ഒരുപാട് കേസ് അറ്റൻഡ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ ട്രസ്റ്റ് മീ. എടോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് ഈ വലിയ മനസ്സുകൊണ്ട്
അതിനങ്ങ് ചെറുതാക്കി കണ്ടാൽ മതി. നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ ബ്രദർ, അതിനങ്ങ് ചില്ല് ചെയ്യണം. നമ്മുടെ ഹാപ്പിനെസ് അത് നമ്മൾ തന്നെ കണ്ടെത്തണം. തൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ യാത്രയിൽ അതിനൊരു പരിഹാരം കിട്ടിയേക്കും. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ, മരണം. ഞാൻ സ്റ്റീഫൻ. ഇന്നൊരു നശിച്ച ദിവസമായിരുന്നു എൻ്റേത്. ഹലോ പറടാ മോനെ, എവിടെയാണ് നീ? എടാ ഞാനേ ഓഫീസിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ഇന്നാണ് ആകപ്പാടെ തലവേദന പിടിച്ച ദിവസമായിരുന്നല്ലേ. എന്നിട്ട് തലവേദന മാറ്റാൻ എല്ലായിടത്തും പോയാ? വിഷ്ണുവിനെ വിളിച്ചായിരുന്നു. എന്ത്? അവളെയും കൊണ്ടുപോയല്ലോ നീ. എടാ അപ്പോഴേക്കും നിന്നെ അവൻ വിളിച്ചോ? മോനേടാ, ഓരോരുത്തരും കഴിക്കേണ്ട അരിമണിയിൽ ഓരോരുത്തരും പേര് നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മളായിട്ട് അത് തിരുത്താൻ പോരുത്, മനസ്സിലായോ? എന്നിട്ട് നിന്റെ പേരാണോ മൊത്തം? എടാ എനിക്കുള്ള തെറ്റിയതാടാ. അല്ലെങ്കിൽ നല്ല കല്ലം പണി നിനക്ക് കിട്ടും. അവളെങ്ങനെ അറിഞ്ഞാണ്ടല്ല. എന്ത് പണി കിട്ടാൻ മോനെ കുട്ടാ? ഇതൊക്കെ നമ്മൾ ഡീൽ ചെയ്യണ പോലെ ഇരിക്കും. പിന്നെ പണി കിട്ടിയ അതും നമ്മൾ ഡീൽ ചെയ്യണ പോലെ ഇരിക്കും. പെണ്ണുങ്ങളല്ല അളിയാ ഇവളുമാരൊക്കെ നമ്മളിട്ട ചേപ്പട്ട പോവാനാ. അളിയ നീ കേട്ടിട്ടില്ലേ? ചെമ്മീൻ ചാടിക്കഴിഞ്ഞാൽ മുട്ടോളം, പിന്നെയും ചാടിക്കഴിഞ്ഞാൽ ചട്ടിയോളം. അത്രേ ഉള്ളൂ, സിമ്പിൾ. വെറുതെ അല്ലടാ, നിനക്കൊക്കെ മരുന്നിന് പോലും ഒന്നും കിട്ടാത്തത്. അളിയാതെ എൻ്റെ സ്വന്തം ഭാര്യ ഇപ്പോൾ അവിടെ വീട്ടിൽ കാത്തിരിപ്പുണ്ടാവും. എന്താ ചെയ്യാ, എല്ലായിടത്തും സ്നേഹം എത്തിക്കാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ കുറച്ച് കഴിയുമ്പോൾ നല്ല മൂഡിലായിരിക്കും. അപ്പോൾ ഒന്ന് വിളിക്കേ, വേണമെങ്കിൽ ഒന്ന് രണ്ട് ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം. ശരി അളിയാ, അപ്പോൾ നടക്കട്ടെ. ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. ആ ഇവിടെ ഇരിക്കണോ? എൻ്റെ അമ്മോ, ബാംഗ്ലൂരൊക്കെ എന്താ ചൂട്. പൂമുഖവാതിൽ സ്നേഹം വിട പൂന്തിങ്കളാകുന്നു ഭാര്യ. എൻ്റെ അമ്മോ, എന്തോ അടി വടയക്ഷിയോ? എന്തോ പറ്റി എൻ്റെ കണ്ണു മോക്കം അല്ലാണ്ടിരിക്കണേ? ഇച്ച വന്നിട്ട് എന്തോ ഒരു സന്തോഷമില്ലാത്ത പനിക്കുണ്ടോ? കാണിച്ച്. ഇച്ച തൊടരുത്. എന്തോ അടി? നിങ്ങൾക്കൊരു ശ്രുതിനെ അറിയോ? ശ്രുതിയോ? ശ്രുതി നിങ്ങളുടെ കൂടെ കിടന്നവള്. നീ എന്താ മോളെ പറയണേ? അവള് വന്നിരുന്നു. അവളെ കൊച്ചിനെ കൊല്ലരുതെന്നും പറഞ്ഞു. കൊച്ചോ? ഏത് കൊച്ചിന്റെ കാര്യം മോളി പറയണേ? അത് നിങ്ങൾക്കല്ലേ അറിയൂ. മോളെ നീ എന്തീ പറയണേ? ഞാൻ പറഞ്ഞു, നീ ഒന്ന് കേക്ക്. ഇപ്പൊ എനിക്ക് മനസ്സിലായിച്ച നമുക്കെന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്തേന്ന്. ഇച്ചന് ജീവന്റെ വില അറിയില്ല, സ്നേഹത്തിന്റെ വില അറിയില്ല. അതിലുപരി ഇച്ചക്ക് എന്നെ അറിയില്ല. ഇച്ചക്ക് ഒരു പനി വന്ന ഞാനൊന്ന് ഉറങ്ങാറില്ല. ഇച്ചക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇന്ന് വരെ. എന്റെ കുറവുകൊണ്ടാണ് ഇച്ച വേറൊരാളെ തേടിപ്പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കാഴ്ചയിൽ ഞങ്ങൾ രണ്ടുപേരിലും വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇച്ചന് ഇഷ്ടമില്ലാത്ത ഒന്നും ഈ നിമിഷം വരെ ഞാൻ ചെയ്തിട്ടില്ല. എല്ലാത്തിലും, എല്ലാ അർത്ഥത്തിലും. എനിക്കിത് ആദ്യം കേട്ടപ്പോ എന്താ തോന്നിയെന്നറിയോ? ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാനാ. പിന്നെ തോന്നി ഞാൻ എന്തിനു അവസാനിപ്പിക്കണം? ഇച്ചനല്ലേ തെറ്റ് ചെയ്തത്. നിങ്ങളല്ലേ ശിക്ഷിക്കപ്പെടേണ്ടത്. എന്നാ നീ അങ്ങോട്ടാക്കടി. ശിക്ഷിക്കാൻ നീ ആര്? മൈസൂരാട്ടോ? എടി, ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും. നീ ആരാണ് ചോദിക്കാൻ? പറ്റില്ല, കളഞ്ഞിട്ട് പോടി. ശ്രുതി അവൾ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എനിക്കിട്ട് പണിതിട്ട് സുഖമായിട്ട് അങ്ങ് പോയില്ലേ? അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞല്ലേ കുഴപ്പം?
അല്ലേ? അതിനങ്ങ് തീർത്താണെ തീരുമല്ലോ. രണ്ടിന്റെ കുത്തിക്കഴപ്പ്. എടി, നിന്നെ ഒന്നും കൂടെ കിടത്താൻ കൊള്ളാത്തോണ്ട് തന്നെ അടി ഞാൻ വേറെ അവന്മാരെ അടുത്ത് പോണത്. എടി, നീ ഒന്നൊരു ചുക്കും ചെയ്യില്ല. കാരണം എന്നാന്നറിയാമോ, നീ ഒരു വെറും പെണ്ണാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചില്ലേ മോളെ, ഈ ഇച്ചയുടെ വേറെ മുഖം നീ കാണും. അവളെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നേക്കണം. അവളിപ്പൊ തന്നെ വിളിക്കാം. അവളുടെ കഴപ്പങ്ങ് മാറ്റി കൊടുക്കാം. എടി ഞാൻ ഈ പണി പറഞ്ഞിട്ട് കുറെ വർഷങ്ങളായി. എന്നെ നീ പഠിപ്പിക്കില്ലേ? ശ്രുതി, എടി, നിന്റെ ഒന്നും തന്ത സമ്പാദിച്ച കാശില്ല നീ ഇവിടെ കഴിയണത്. അതാദ്യം മനസ്സിലാക്കണം. അവളെ എനിക്കിട്ട് ചോദ്യം ചെയ്യാൻ വന്നേക്കണു. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം, മനസ്സിലായോ? കൂടുതൽ ഇങ്ങനെ ഉണ്ടാക്കാൻ വരരുത്. ആ, അവൾക്ക് തിന്നട്ടെ എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട്. പറ്റില്ലെങ്കിലേ രാത്രി തന്നെ ഇറങ്ങിക്കോടി പുല്ലേ. എന്തിനാ എന്നെ ചതിച്ചത്? നിങ്ങളല്ലേ മരിക്കേണ്ടത്. എനിക്കിത് ആദ്യം കേട്ടപ്പോ എന്താ തോന്നിയെന്നറിയോ? ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാനാ. എന്തിനാ എന്നെ ചതിച്ചത്? നിങ്ങളല്ലേ മരിക്കേണ്ടത്. അജയേട്ടനെ പറ്റിച്ചാണല്ലേ? കമ്പനി മീറ്റിങ്ങിന് പോകുന്നല്ലാന്ന് എനിക്കറിയാം. അജയേട്ടൻ കള്ളു കുടിക്കാൻ പോകുന്നല്ലേ? ഇന്നല്ലേ സന്തോഷിന്റെ ബാച്ചിലേഴ്സ് പാർട്ടി അല്ലേ? കള്ളു കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അജയേട്ടൻ ബാച്ചിലർ അല്ല എന്നുള്ള കാര്യം മറക്കരുത്. സന്തോഷിനോട് എന്റെ അന്വേഷണം പറഞ്ഞേരെ. അവിടെ എത്താറായോ? അവിടെ എത്താറായോന്ന്? അവിടെ എത്തിയിട്ട് വിളിച്ചാൽ മതി കേട്ടോ. രസനത്തി പൊടി മേടിക്കാൻ മറക്കരുതേ. ഹലോ ഹലോ. അയാളെ ഡ്രോപ്പ് ചെയ്തോ? ഇല്ല. എന്തു പറ്റി? ഇല്ല, ഞാൻ വരുന്നില്ല. Never, never, never ever call me again. എന്താ?
ഹൈവേയിലേക്ക് കയറി മാക്സിമം ഒരു ഹാഫ് ആൻ ഡ്രൈവ് അത്രേ ഉള്ളൂ. Never ever call me again. എന്താ? രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളെ കണ്ടില്ലേ? എന്തൊന്നും മിണ്ടാത്തെ? അപ്പൊ ചായൻ പ്രൊഡ്യൂസറിനെ കണ്ടില്ലേ? വല്ലതും കഴിച്ചായിരുന്നു വെച്ചേ? കുളിക്കാൻ വെള്ളം ചൂടാക്കട്ടെ? അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ വല്ലതും എടുക്കാം? ഇത് അലീനയില്ലേ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നെ? ഇച്ചനറിയില്ലേ? അപ്പുറത്തെ അമ്മൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതല്ലേ? കഥ പറഞ്ഞില്ലേ? കഥയൊക്കെ പറഞ്ഞു. പുള്ളി നല്ലോണം പേടിച്ചു. എന്നാ ഇച്ചൻ ഫ്രഷ് ആവുക, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം.